ഓർക്കാട്ടേരി മലബാർ ദേവസ്വം ശിവഭഗവതി ക്ഷേത്രം ബോർഡിന് കൈമാറാനുള്ള നീക്കം അനുവദിക്കില്ലെന്ന് ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്ര ഊരാളന്മാരായ ഇടത്തിൽ തറവാടിനെയും ഊരാളന്മാരെയും ക്ഷേത്ര സംവിധാനത്തിൽ നിന്നും ഒഴിവാക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമായാണ് ക്ഷേത്ര ട്രസ്റ്റ് നിലനിൽക്കെ ചിലർ ക്ഷേത്രം ദേവസ്വം ബോർഡിന്റെ കീഴിലാക്കാനുള്ള നീക്കം നടത്തുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഈ നീക്കത്തെ നിയമപരമായി നേരിടും. ക്ഷേത്രത്തിലെ വരുമാനങ്ങളുടെ സ്രോതസ് പൊതുജനങ്ങളെ അറിയിക്കണമെന്നും ഇപ്പോൾ സുതാര്യത നഷ്ടപ്പെട്ടതായും ട്രസ്റ്റ് ഭാരവാഹികൾ ആരോപിച്ചു. ക്ഷേത്രത്തിലേക്കുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം സ്വന്തമാക്കാനുള്ള ചില തൽപര കക്ഷികളുടെ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് എടത്തിൽ തറവാട്ടിലെ മുതിർന്ന കാരണവരായ പ്രഭാകരൻ നമ്പ്യാരെ കമ്മിറ്റി പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ഒഴിവാക്കിയതെന്നും ഭാരവാഹികൾ ആരോപിച്ചു. നിലവിലുള്ള ക്ഷേത്ര കമ്മിറ്റിക്ക് നിയമപരമായ സാധ്യത ഇല്ലാത്തതിനാലാണ് ക്ഷേത്രം ഊരാളന്മാരായ ഇടത്തിൽ തറവാട്ടുകാർ ഭക്തജനങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ട്രസ്റ്റ് രൂപീകരിച്ചതെന്നും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ദേവസ്വം ബോർഡിന് നമ്മൾ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിയമപരമായിട്ട് അതിനെതിരായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ഒന്ന്, പിന്നെ ഇതിൻ്റെ സുതാര്യത നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യ ജനങ്ങളിലെത്തണം. ഇതിൻ്റെ കണക്ക്, ഈ ക്ഷേത്ര വരുമാനത്തിൻ്റെ വ്യക്തമായ കണക്കുകൾ ജനങ്ങൾ അറിയണം. പിന്നെ ഈ അൺഓതറൈസ്ഡ് കമ്മിറ്റി, നിർജീവമായിട്ടുള്ള ഈ കമ്മിറ്റി പിരിച്ചു വിട്ടുകൊണ്ട് പുതിയൊരു സംവിധാനം ആവശ്യമാണ് ക്ഷേത്രത്തിന് മുന്നോട്ട് പോകാൻ. അത് നമ്മളൊരു ട്രസ്റ്റ് ഫോം ചെയ്തിട്ടുണ്ട്. ആ ട്രസ്റ്റുമായിട്ട് സഹകരിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അതാണ് ഞങ്ങളുടെ തീരുമാനം. വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് പ്രസിഡന്റ് എടത്തിൽ പ്രഭാകരൻ നമ്പ്യാർ, എടത്തിൽ ഗോപാലകൃഷ്ണൻ നമ്പ്യാർ, എടത്തിൽ മുരളീധരൻ, ദിനേശൻ PK എന്നിവർ പങ്കെടുത്തു.